ജീവനക്കാരുടെ എണ്ണം വെട്ടിച്ചുരുക്കി സാങ്കേതികവിദ്യയെ കൂടുതലായി ആശ്രയിച്ച് സെൽഫ് ചെക്കൗട്ടുകൾ ഒരുക്കിയ സെയിൻസ്ബറി ഉൾപ്പെടെയുള്ള യുകെയിലെ സൂപ്പർ മാർക്കറ്റുകൾ പലതും ഒരു തിരിച്ചുപോക്കിന്റെ വഴിയിലാണെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഞങ്ങൾ സെൽഫ് ചെക്കൗട്ടുകൾ നടപ്പാക്കാനെടുത്ത തീരുമാനം ഏറെ ധൃതി പിടിച്ച ഒന്നായി എന്നാണ് ചീഫ് എക്സിക്യൂട്ടീവുകൾ ഇപ്പോൾ സമ്മതിക്കുന്നത്. സാങ്കേതിക മികവുള്ള സെൽഫ് ചെക്കൗട്ടുകളും പഴയ മനുഷ്യനിർമ്മിത ചെക്കൗട്ടുകളും തമ്മിൽ വിശദമായ താരതമ്യ പഠനം നടത്തിയെന്നും ചില സ്റ്റോറുകളിൽ നിന്നും സെൽഫ് ചെക്കൗട്ടുകൾ നീക്കം ചെയ്യുകയാണെന്നും അവർ അറിയിച്ചു. അതിനു പുറമെ സെൽഫ് ചെക്കൗട്ടുകൾ വ്യാപകമായതോടെ ഷോപ്പുകളിലെ മോഷണവും വർദ്ധിച്ചു. 20ഓളം സ്റ്റോറുകളിൽ സെൽഫ് ചെക്കൗട്ടുകളും മനുഷ്യനിയന്ത്രിത ചെക്കൗട്ടുകളും ഒരുപോലെയാക്കണമെന്ന നിഗമനത്തിലാണ് എത്തിയതെന്ന് മോറിസൺസ് വക്താവ് അറിയിച്ചു. അടുത്ത കാലത്തായി ഒട്ടുമിക്ക പ്രമുഖ സൂപ്പർ മാർക്കറ്റുകളും സെൽഫ് ചെക്കൗട്ടുകൾ വർദ്ധിപ്പിച്ചിരുന്നു. സമയം ലാഭിക്കുന്നതിനും കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുമായി നടത്തിയ ഈ നീക്കം പക്ഷേ മിക്ക ഉപഭോക്താക്കൾക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ മിക്ക സൂപ്പർ മാർക്കറ്റുകളും ഇപ്പോൾ ഈ സാങ്കേതികവിദ്യയുടെ പ്രസക്തി പുനഃപരിശോധിക്കുകയാണ്. മനുഷ്യനിയന്ത്രിത ടില്ലുകൾക്കായി കൂടുതൽ ജീവനക്കാരെ നിയമിക്കാൻ 30 മില്യൺ പൗണ്ട് വകയിരുത്തിയതായി അസ്ഡയുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ഇക്കഴിഞ്ഞയാഴ്ച തങ്ങളോട് പറഞ്ഞത് ദി ടെലഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ 5 വർഷക്കാലത്തിൽ ആമസോണിന്റെ വെയർഹൌസുകളിലേക്ക് 1400 തവണയാണ് ആംബുലൻസുകൾ വിളിക്കപ്പെട്ടതെന്ന് ദി ഒബ്സർവർ റിപ്പോർട്ട് ചെയ്യുന്നു. ഞെട്ടിക്കുന്ന കണക്കുകളെന്ന് GMB യൂണിയൻ വിശേഷിപ്പിച്ച ഈ വസ്തുത ഈ അമേരിക്കൻ ഭീമന്റെ യുകെയിലെ തൊഴിലിടങ്ങളിലെ സുരക്ഷയെക്കുറിച്ച് പുതിയ സംശയങ്ങൾ ഉയർത്തുകയാണ്. ഡൺഫെയിം ലൈനിലും ബ്രിസ്റ്റോളിലുമുള്ള ആമസോൺ കേന്ദ്രങ്ങളിലേക്കാണ് ബ്രിട്ടനിലെ ഏറ്റവും അധികം ആംബുലൻസുകൾ ഇക്കാലയളവിൽ വിളിക്കപ്പെട്ടത്. യഥാക്രമം 161ഉം 125ഉം തവണ ഇവിടേക്ക് ആംബുലൻസുകൾ വിളിക്കപ്പെട്ടു. ഡൺഫെയിം ലൈനിലേക്ക് സ്കോട്ടിഷ് ആംബുലൻസ് സർവീസിന്റെ ആംബുലൻസുകൾ വിളിച്ചതിൽ 3-1 നെഞ്ചുവേദനയുമായി ബന്ധപ്പെട്ടായിരുന്നു. നാഡികളുടെ പ്രശ്നം, ശ്വാസതടസ്സം, ഹൃദയസ്തംഭനം എന്നിവയായിരുന്നു മറ്റ് വിഷയങ്ങൾ. 2019 ശേഷം മാൻസ്ഫീൽഡിലെ ആമസോൺ കേന്ദ്രത്തിലേക്ക് 84 തവണയാണ് ആംബുലൻസ് വിളിച്ചിരിക്കുന്നത്. അതിൽ 70% കാറ്റഗറി 1, 2 എന്നിവയിൽ ഉൾക്കൊള്ളുന്ന ഗുരുതരമായ അടിയന്തര സാഹചര്യങ്ങൾ മൂലമായിരുന്നു. ബോൾട്ടൺ, ചെൽസ്റ്റർഫീൽഡ്, മാൻസ്ഫീൽഡ്, റുഗേലി, ലണ്ടൻ എന്നിവയുൾപ്പെടെ നിരവധി ആമസോൺ കേന്ദ്രങ്ങളിൽ ആത്മഹത്യാ ശ്രമം പോലുള്ള മാനസിക പ്രശ്നങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 12ഓളം ആംബുലൻസ് സർവീസുകളിൽ നിന്നായി വിവരാവകാശ നിയമപ്രകാരമാണ് ദി ഒബ്സർവർ ഈ വിവരങ്ങൾ ശേഖരിച്ചത്.